നെല്ല് സംഭരണത്തിൽ മില്ലുകാരുടെ ചൂഷണത്തിന് മൂക്കുകയറിടാനുള്ള സപ്ലൈകോ നീക്കത്തിന് തിരിച്ചടിയായി നെല്ല് ഉണക്കാനുള്ള സൗകര്യത്തിന് അപര്യാപ്തത. നെല്ല് ഏറ്റെടുത്ത് പതിര് വേർതിരിച്ച് ഉണക്കി സഹകരണ സംഘങ്ങളുടെ ഗോഡൌണുകളിൽ സംഭരിക്കാനുള്ള ബദൽ പദ്ധതിയെ പറ്റിയാണ് സപ്ലൈകോ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. എന്നാൽ സ്ഥലപരിമിതിയാണ് ഇപ്പോഴും പ്രധാനമായി നേരിടുന്ന പ്രശ്നം. കുട്ടനാട്ടിൽ പുഞ്ചക്കൊയ്ത്തിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ രണ്ടാം കൃഷിയിലേതുപോലെ പരിമിതമായ മില്ലുകാർ എത്തുകയും സംഭരണം നീളുകയും ചെയ്താൽ വേനൽ മഴയും കാലവർഷവും തരണം ചെയ്ത് നെല്ലുണക്കാനും സൂക്ഷിക്കാനുമുള്ള സംവിധാനം വേണം. നെല്ലുകുത്തി അരിയാക്കുന്നതിന് മോഡേൺ മില്ലുകളില്ലാത്ത ആലപ്പുഴയിൽ, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നിന്നുമുള്ള മില്ലുകളെയാണ് സംഭരണത്തിനായി സപ്ലൈകോ ചുമതലപ്പെടുത്തുന്നത്. 100 കിലോ നെല്ല് കുത്തിയാൽ 68 കിലോ അരി ലഭിക്കണമെന്നതാണ് മില്ലുകാരുടെ കണക്ക്. പതിരിന്റെ പേരിൽ കർഷകരിൽ നിന്നും പരമാവധി കിഴിവ് വാങ്ങലാണ് മില്ലുകാരുടെ തന്ത്രം. നിലവിൽ 2% കിഴിവിൽ നെല്ല് നൽകാൻ കർഷകർ തയ്യാറാണ്. എന്നാൽ കൂടുതൽ കിഴിവ് ആവശ്യപ്പെടുമ്പോഴാണ് കർഷകരുമായി തർക്കത്തിനിടയാകുന്നത്. വിശാല കുട്ടനാടൻ മേഖലയിലെ 1/3 താഴെ പാടശേഖരങ്ങളെ 20% പാടശേഖരങ്ങളെ ഉള്ളെന്ന് തോന്നുന്നു. അല്ലെ 1/3 പാടശേഖരങ്ങളെ ഈ രണ്ടാം കൃഷി ചെയ്തിട്ടുള്ളൂ. അവിടെ ഇതാണ് അവസ്ഥയെങ്കിൽ ഈ കൃഷി മൊത്തം കുട്ടനാട്ടിലെ നെൽപ്പാടങ്ങൾ അടുത്ത മാസം തൊട്ട് ഫെബ്രുവരി ആദ്യം തൊട്ട് കൊയ്ത്ത് തുടങ്ങുക. പുഞ്ചക്കൊയ്ത്ത്. ഈ പുഞ്ചക്കൊയ്ത്ത് തുടങ്ങിയാൽ ഈ 5-10 മില്ലുകളെ കൊണ്ട് ഇതെവിടെ എത്തിക്കാൻ സാധിക്കും. അന്ന് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി നമ്മളോട് പറഞ്ഞത് ഈ രണ്ടാം കൃഷി നമ്മളൊരു പൈലറ്റ് പ്രോജക്റ്റായിട്ട് തന്നെ എടുത്ത് ഈ നമ്മുടെ FCIയുമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റുമായി സഹകരിച്ച് FCIയുമായിട്ടുള്ള സംഭരണം നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞാൽ പുഞ്ചയിൽ വരുമ്പോൾ നമുക്ക് ആരെയും പേടിക്കേണ്ട, നമുക്ക് നല്ല രീതിയിൽ ഈ സംഭരണം മുന്നോട്ട് കൊണ്ടുപോകാം. കർഷകർ അത് കേട്ട് വളരെയധികം ആഹ്ലാദത്തിലായിരുന്നു. കഴിഞ്ഞ ഒരു 3-4 കൊല്ലമായി അനുഭവിച്ച ആ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം കിട്ടുമെന്ന് വിചാരിച്ചാണ് നമ്മൾ നോക്കിയിരുന്നത്. പക്ഷേ ഒരു കുരു നെല്ല് പോലും എടുക്കുവാനായിട്ട് സർക്കാരിന് സാധിച്ചിട്ടില്ല. അത് ഈ കൃഷി വകുപ്പിൻ്റെയും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെയും പരാജയമാണ്. അവരുടെ ഇച്ഛാശക്തിയുടെ കുറവാണെന്നാണ് നമുക്ക് ഈ തരുണത്തിൽ പറയാനുള്ളത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും സീസൺ തോറും എത്തുന്ന ഗുണനിലവാരമില്ലാത്ത കൊയ്ത്ത് മെഷീനുകളാണ് പതിര് വർദ്ധിക്കാൻ കാരണമെന്നാണ് കർഷകരുടെ ആക്ഷേപം. ഇരിക്കുന്ന സമയത്ത് മെഷീനിൽ നിന്നും പതിരടിച്ചു കളയുന്ന സംവിധാനമുണ്ട്. എന്നാൽ പഴഞ്ച മെഷീനുകളാണ് ഇവിടെ എത്തിക്കുന്നതിനാൽ അത് സാധ്യമല്ല. ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപാദനമുള്ള സ്ഥലങ്ങൾ കേന്ദ്രമാക്കി നെല്ല് നിരത്തി ഉണക്കാനും വാരി സൂക്ഷിക്കാനും യാർഡും സംഭരണ കേന്ദ്രങ്ങളും കൃഷിവകുപ്പോ സപ്ലൈകോയോ സജ്ജമാക്കേണ്ടതുണ്ട്. സഹകരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ പുഞ്ചകൃഷിയുടെ നെല്ല് സംഭരിക്കാൻ ആലോചിക്കുന്ന സർക്കാർ നെല്ലുണക്കാനും സംഭരിച്ചു സൂക്ഷിക്കാനുമുള്ള ഡ്രയറും യാർഡും ഗോഡൌണും സജ്ജമാക്കണമെന്നാണ് നെൽ കർഷക സംരക്ഷണ സമിതിയുടെ ആവശ്യം. അമൃത ന്യൂസ്, ആലപ്പുഴ.